To you all. Today we are discussing the poem We Are Going by Oodgeroo Noonuccal. Oodgeroo Noonuccal. This poem is included in the textbook Global Voices and Cultures. The textbook for 4th semester English of degree classes. So the poem is We Are Going by Oodgeroo Noonuccal. You know Oodgeroo Noonuccal. She was born in 1920 and she died in the year 1993. So her period was between 1920 and 1993. She was also called cat worker. So Oodgeroo Noonuccal, also called cat worker, was an aboriginal rights activist. Aboriginal means related to the earlier inhabitants, ഗോത്രവർഗ്ഗക്കാരുടെ അല്ലെങ്കിൽ ആദിവാസികളുടെ aboriginal rights activist. She was an aboriginal rights activist. ഗോത്രവർഗ്ഗക്കാരുടെ അല്ലെങ്കിൽ ആദിവാസികളിലെ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലെ ഏർലിയർ ഇൻഹാബിറ്റൻസ്. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് സെറ്റിലേഴ്സ് വന്നു. They were deprived of their land. അങ്ങനെ the aboriginal people lost their land. So this poem Tuakar or Oodgeroo Noonuccal was an aboriginal rights activist, educator and cultural ambassador. She was an aboriginal rights activist. ഈ ഗോത്രവർഗ്ഗക്കാരുടെ അവകാശങ്ങളുടെ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു, എഡ്യൂക്കേറ്റർ, വിദ്യാഭ്യാസ വിചക്ഷണയായിരുന്നു, ആൻഡ് എ കൾച്ചറൽ അംബാസിഡർ. ഷി വാസ് എ പ്രൊപ്പഗോണ്ടിസ്റ്റ് ഓഫ് കൾച്ചറിൻ്റെ ഒരു അംബാസിഡർ ആയിരുന്നു. ഷി വാണ്ടഡ് ടു സ്പ്രെഡ് കൾച്ചറൽ അംബാസിഡർ. ഹെർ ഫാദർ വാസ് എഡ്വേർഡ് റസ്ക and mother Lucy. Mother's name was Lucy. She was born in North Stradbroke Island. It was an island where she was born. ജനിച്ചതൊരു ദ്വീപിലായിരുന്നു, ഓസ്ട്രേലിയയിലുള്ള ഒരു ഐലൻഡ്. Her father belonged to the Noonuccal tribe. In Australia there were various tribes before the advent of the Britishers. ആദ്യം വരെ ഡച്ചുകാർ കുറച്ചു കാലം വന്നു, അതിനുശേഷം അവിടെ കോളനിയാക്കി മാറ്റിയത് ബ്രിട്ടീഷേഴ്സായിരുന്നു. ഇന്ന് അവിടെ ബ്രിട്ടീഷേഴ്സാണ് കൂടുതലുള്ളത്. ആ ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പ് there were different tribes, and among the tribes her father belonged to the Noonuccal tribe. She adopted the traditional name of Oodgeroo Noonuccal. അപ്പോൾ കേത്തുവാക്കർ എങ്ങനെ Oodgeroo Noonuccalaയി? She received the traditional name, അവരുടെ ഗോത്രവർഗ്ഗക്കാരുടെ പാരമ്പര്യമായ പേര് Oodgeroo Noonuccal. Noonuccal എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബിൻ്റെ പേര്. In 1988 she accepted this name. She adopted this name in the year 1988 to express her solidarity with her tribe. She accepted the name in order to express her solidarity, unity with the tribe. സ്വന്തം ഗോത്രവർഗ്ഗക്കാരോടുള്ള അവളുടെ ആ ഒരു ഐക്യദാർഢ്യം പ്രദർശിപ്പിക്കാനാണ് ഈ Oodgeroo Noonuccal എന്നുള്ള പേര് 1988 സ്വീകരിച്ചത്. ഈ പേരിൻ്റെ ഒരു അനാലിസിസ് എന്ന് പറഞ്ഞാൽ Oodgeroo meant പേപ്പർ ബാർക്ക്. ഒരു ഓസ്ട്രേലിയയിലേക്കുള്ളൊരു ട്രീയുടെ അതിൻ്റെ ബാർക്ക്, അതിൻ്റെ പട്ട എന്ന് പറയുന്നത് നമ്മുടെ പാള പോലായിരുന്നു. അതായത് പഴയ കാലത്ത് പാള ഉപയോഗിച്ച് തൊപ്പി, അതുപോലെ കിറ്റുണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പലതിനും, തൊപ്പി ഉണ്ടാക്കാനും പാത്രം ഉണ്ടാക്കാനും കിറ്റുണ്ടാക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പട്ടയായിരുന്നു ഈ Oodgeroo എന്ന് പറയുന്നത്, ആ പേപ്പർ ബാർക്ക് ട്രീ. അപ്പോൾ അതിൽ നിന്നാണ് Oodgeroo എന്നുള്ള പേര് അവൾ was used by the Noonuccal tribe and various tribes that were prevalent before the advent of the Britishers. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാർ പാത്രം ഉണ്ടാക്കാനും അതുപോലെ കിറ്റുവല ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ പട്ടയായിരുന്നു. ആ ഒരു ഐക്യദാർഢ്യത്തിനാണ് അവൾ Oodgeroo എന്നുള്ള പേര് ഒരു പാർട്ടായിട്ട് സ്വീകരിച്ചത്.
നൂനക്കൽ വാസ് ദി ട്രൈബ്. നൂനക്കൽ വാസ് ദി ട്രൈബ് ഇൻ വിച്ച് ഷീ വാസ് ബോൺ. അവൾ ജനിച്ച ട്രൈബിൻ്റെ പേരാണ് നൂനക്കൽ. ദാറ്റ് ഈസ് ഊദ്ഗരു നൂനക്കൽ. അങ്ങനെ ആ ട്രീയുടെ പേരിൽ നിന്ന് ഊദ്ഗരു സ്വീകരിച്ചു. അവളുടെ ട്രൈബിൻ്റെ പേരായ നൂനക്കൽ സ്വീകരിച്ചു. അങ്ങനെ ഊദ്ഗരു നൂനക്കൽ എന്നുള്ളൊരു പുതിയ പേര് സ്വീകരിച്ച് ഷീ എക്സ്പ്രസ്ഡ് ഹെർ സോളിഡാരിറ്റി വിത്ത് ദ ട്രൈബ് വിച്ച് ഹാഡ് ബിക്കം ഓൾമോസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ്. ഏതാണ്ട് വംശനാശം തന്നെ സംഭവിച്ചു പോയ ആ ഗോത്രവർഗക്കാരുടെ ആ ഒരു പേര് അവൾ സ്വീകരിച്ചു. We Are Going was the first volume of poetry and the first to be published by an Australian Aboriginal woman. ഇവരുടെ ആദ്യത്തെ കളക്ഷൻ ഓഫ് പോയട്രിയാണ്, വോളിയം ഓഫ് പോയട്രിയാണ് വി ആർ ഗോയിങ്. കുറേ കവിതകളുടെ കളക്ഷന് കൊടുത്തിരിക്കുന്ന പൊതുവായ ടൈറ്റിൽ വി ആർ ഗോയിങ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ദി ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയംസ് എവർ പബ്ലിഷ്ഡ് ബൈ ആൻ അബോറിജിനൽ വുമൺ. ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളുടെ ആദ്യത്തെ ഒരു കവിത എന്ന് വേണമെങ്കിൽ പറയാം വി ആർ ഗോയിങ്. So it was the first to be published by an Australian Aboriginal woman. Her other popular poems are The Dawn is at Hand. The Dawn is at Hand. ഉദയം അരികെയാണ്. The Dawn is at Hand. And so Dawn is at Hand was published in the year 1966. And My People. These are the two other famous poems by her. The poem We Are Going deals with the themes of, the poem contains various themes, or it composes of various themes. പല themes അടങ്ങിയ ഒരു കവിതയാണ് the poem We Are Going. The poem We Are Going deals with the themes of colonization. കോളനൈസേഷൻ്റെ ആ ഒരു പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറയും. Oppression by the Britishers, oppression by the white people. ആ വെള്ളക്കാരുടെ ഒപ്രഷൻ അടിച്ചമർത്തൽ. ഡിസ്പൊസിഷൻ മീൻസ് ദി ആക്ട് ഓഫ് ഡിപ്രൈവിങ് ഓഫ് വൺസ് പ്രോപ്പർട്ടി, ലാൻഡ് എറ്റ്സെട്ര. ദി ആക്ട് ഓഫ് ഡിപ്രൈവിങ്, എടുത്തു മാറ്റുക, എടുക്കുക. സ്നാച്ച് അവേ ദി പ്രോപ്പർട്ടി ആൻഡ് ലാൻഡ് ഓഫ് സമൺ. ആരുടെയെങ്കിലും പ്രോപ്പർട്ടിയോ ലാൻഡോ ഇങ്ങനെ പിടിച്ചെടുക്കുന്നതിനാണ് ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്ഇൻഹെറിറ്റൻസ് മീൻസ് ടു പ്രിവെൻറ്റ് ഫ്രം ഇൻഹെറിറ്റിംഗ് സംതിങ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പരമ്പരാഗതമായി നേടുന്നതിൽ നിന്നും, നമ്മുടെ കുടുംബസ്വത്തായി നേടുന്നതിൽ നിന്നും, പാരമ്പര്യമായി നേടുന്നതിൽ നിന്നും തടയുക, അതാണ് ഡിസ്ഇൻഹെറിറ്റൻസ്. സോ ദീസ് 4 themes are there in our poem, which are the 4 themes: colonization, oppression, disposition and disinheritance. Remember, these are the themes which the poem contains or composes of. The tone of the poem is melancholic. ഇത് വലിയ ഉത്സാഹ തിമിർപ്പോട് കൂടിയ ഒരു കവിതയൊന്നുമല്ല. The tone of the poem, the mood of the poem is melancholic. ഒരുതരം വിഷാദഭാവം തളം കെട്ടി നിൽക്കുന്ന ഒരു കവിതയാണത്. The tone of the poem is melancholic as the poet describes the coming of the white settlers and the consequent eroding of the aboriginal ways. എങ്ങനെയാണ്, how does the poem become melancholic? എങ്ങനെയാണ് ഇത് മെലങ്കളിക് ആകുന്നത്? The tone of the poem is melancholic as the poet describes. The poet describes the coming, the advent of the white settlers, the Britishers, white settlers, and consequent means which happened as a result. Consequent eroding means to be destroyed. നഷ്ടപ്പെട്ടു പോവുക, ഒഴുകിപ്പോവുക. ഇറോഷൻ നേടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ വെർബാണ് eroding. Getting away, being destroyed. Eroding, being destroyed of the aboriginal ways. The aboriginal people or the tribes had a special customs, practices and ways. All these things, these are the ethnic qualities of the tribes. All these things they had to surrender to the white people, or the white people destroyed all the ethnic ways, cultural ways of the tribes who were the earlier inhabitants of the Australia. ഓസ്ട്രേലിയയിലെ ആദ്യകാല ഇൻഹാബിറ്റൻസ് ആയിരുന്ന ഈ ഗോത്രവർഗക്കാരുടെ സംസ്കാരം, പ്രാക്ടീസസ്, അവരുടെ വേസ് ഓഫ് ലൈഫ്, ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിനെക്കുറിച്ച് വിലപിക്കുന്ന രീതിയിലുള്ള ഒരു എലിജി അല്ലെങ്കിലും വിലപിക്കുന്ന രീതിയിലുള്ള ദീസ് പോയം കണ്ടെയ്ൻസ് എ മെലങ്കളിക് ടോൺ. ഒരു മെലങ്കളിക് ടോണിലുള്ളൊരു കവിതയാണ്.
The poem defines the aboriginal connection with the land. The poem actually defines or describes the connection of aboriginal people with the land in which they were born. അവർ പിറന്നു വീണ മണ്ണുമായിട്ടുള്ള അവരുടെ ഇഴപിരിക്കാനാകാത്ത ബന്ധമാണ് ഈ കവിത ഡിഫൈൻ ചെയ്യുന്നത്. The poem portrays the loss of land, tradition, culture and customs in a poignant way. Poignant means pathetic, sad, painful way. The poem depicts or portrays or pictures എന്തൊക്കെയാണ് ചിത്രീകരിക്കുന്നത്? The loss of land, സ്വന്തം മണ്ണിൻ്റെ നഷ്ടം, ട്രഡിഷൻ, പാരമ്പര്യം നഷ്ടപ്പെട്ടു, കൾച്ചർ, സംസ്കാരം നഷ്ടപ്പെട്ടു, ആൻഡ് കസ്റ്റംസ്, ആചാരമര്യാദകൾ. സോ this loss is described in a very poignant or painful way. വളരെ വേദനാജനകമായ രീതിയിൽ, നമ്മൾ വളരെ ഹൃദയസ്പൃക്കായിട്ടാണ് കവയത്രി വർണ്ണിച്ചിരിക്കുന്നത്, ഊദ്ഗരൂ നൂനക്കൽ വർണ്ണിച്ചിരിക്കുന്നത്. The first fleet of British ship arrived at Botany Bay in January 1788. ഓസ്ട്രേലിയയിലെ ബോട്ടണി ബേ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കപ്പൽ കുറേ ആൾക്കാരെ വായിച്ചുകൊണ്ട്, പ്രധാനമായിട്ടും പ്രിസണേഴ്സ് ആയിരുന്നു, ബ്രിട്ടനിലെ തടവുള്ളികളാണ്. അവർ ഈ ഓസ്ട്രേലിയ കൊളോണൈസ് ചെയ്യാനുള്ള കാരണം ബ്രിട്ടനിൽ ഈ തടവുള്ളികളെ പാർപ്പിക്കാൻ സ്ഥലമില്ലാതെ വന്നു. അപ്പോൾ അങ്ങനെയുള്ള തടവുള്ളികളെ പാർപ്പിക്കാനും മറ്റുമാണ് ഓസ്ട്രേലിയയിലേക്ക് അവർ സെറ്റിൽ ചെയ്ത്. ബ്രിട്ടീഷേഴ്സ് കെയിം ദർ ആൻഡ് സബ്ഡ്യൂഡ് ദി ട്രൈബ്സ് ദർ. അങ്ങനെ കുറേ പ്രിസണേഴ്സുമായിട്ടാണ് ദി ഫസ്റ്റ് ഫ്ലീറ്റ് ഓഫ് ബ്രിട്ടീഷ് ഷിപ്സ്, ദി ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ബ്രിട്ടീഷ് ഷിപ്സ് അറൈവ്ഡ് അറ്റ് ബോട്ടണി ബേ. ഏതാ സ്ഥലം? ബോട്ടണി ബേ. ഏത് മാസം, ഏത് വർഷം? ജാനുവരി 1788. ദിസ് പോയം ഡസൻറ്റ് ഹാവ് മച്ച് ഓഫ് ദി ഇമേജറീസ്, കൂടുതൽ അലങ്കാരങ്ങളൊന്നുമില്ല. ദിസ് പോയം കണ്ടെയ്ൻസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ്. കുറച്ച് ഉപമകളും കുറച്ച് മെറ്റഫേഴ്സ്, രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ദി പോയം ഈസ് ഇൻ എ സിംഗിൾ സ്റ്റാൻസൈക്ക് ഫോം. ദി പോയം കണ്ടെയ്ൻസ് ഓൺലി വൺ സ്റ്റാൻസ. ഒറ്റ സ്റ്റാൻസയായിട്ട് അങ്ങ് എഴുതിയിരിക്കുകയാണ്. കണ്ടെയ്നിങ് ഷോർട്ട് ലൈൻസ് ആൻഡ് ലോങ് ലൈൻസ്. സംടൈംസ് ദർ ആർ ഷോർട്ട് ലൈൻസ് ആൻഡ് ഷോർട്ട് ലൈൻസ് ആർ മിക്സ്ഡ് വിത്ത് ലോങ് ലൈൻസ്. അങ്ങനല്ലേ? ചെറിയ വരികൾ, അത് കഴിഞ്ഞിട്ട് കുറേ വലിയ വരികൾ, നീളമുള്ള വരികൾ, അങ്ങനെ എല്ലാം കൂടെ ഒരു ഒറ്റ സ്റ്റാൻസയായിട്ടാണ്. ആണെങ്കിൽ രണ്ട് സെക്ഷൻ ഉണ്ടെന്ന് പറയാം. ഇറ്റ് ഈസ് ഇൻ എ നറേറ്റീവ് സ്റ്റൈൽ. ഒരു വർണ്ണിക്കുന്ന രീതിയിൽ നറേറ്റീവായൊരു സ്റ്റൈലാണ് ഈ കവിതയ്ക്കുള്ളത്. വേണമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ ആർ 2 sections. 2 sections ഉണ്ടെന്ന് പറയാം. ദി ഫസ്റ്റ് സെക്ഷൻ ഡിസ്ക്രൈബ്സ് ദി അബോറിജിനൽ പീപ്പിൾ ഇൻ ദി പെർസ്പെക്റ്റീവ് ഓഫ് ദി വൈറ്റ് മെൻ, വൈറ്റ് പീപ്പിൾ. വെള്ളക്കാരുടെ ദൃഷ്ടിയിൽ, വെള്ളക്കാരുടെ വീക്ഷണകോണിൽ, അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ, അവരുടെ ഒരു വീക്ഷണകോണിൽ, പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ആദ്യ ഭാഗത്ത് ഈ അബോറിജിനൽ പീപ്പിളിനെ അവതരിപ്പിക്കുന്നത്. there are only a few people left. ഒരുപാട് ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു, ഇനി കുറച്ച് പേരേ ഉള്ളൂ. only limited number of people belonging to the original group are left there. ഈ അബോറിജിനൽ ഗ്രൂപ്പിലെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. അവരെ ആദ്യ ഭാഗത്ത് വർണ്ണിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ വെള്ളക്കാരുടെ ഒരു പെർസ്പെക്റ്റീവിലാണ്. സോ ദി പോയറ്റ് യൂസസ് തേർഡ് പേഴ്സൺ ആസ് ദി ഫോർ ദി നാരേറ്റീവ്. നാരേറ്റീവിന് വേണ്ടി ഫോർ ദി നാരേറ്റീവ് ഷീ യൂസസ് ഇൻ ദി ഫസ്റ്റ് സെക്ഷൻ ദി തേർഡ് പേഴ്സൺ ദേ. തേർഡ് പേഴ്സൺ ദേ ആണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പേഴ്സണിൽ വരുന്നു, ഷീ യൂസസ് ദി പ്ലൂറൽ ഫസ്റ്റ് പേഴ്സൺ വി. ഫസ്റ്റ് പേഴ്സണിലെ പ്ലൂറലായ വി, ആ കളക്റ്റീവ് ഫോമായ വി ആണ് രണ്ടാമത് ഉപയോഗിക്കുന്നത്. അപ്പം അത് വി ഉപയോഗിക്കുമ്പം everything is seen in the perspective of the aboriginal people. When they came into the little town, a semi-naked band, subdued and silent, all that remained of their tribe, they came here to the place of their old bora grounds, where now the white men hurry about like ants. Notice of the estate agent reads, rubbish may be tipped here. Now it half covers the bora ring. They came into the little town. The white men, it is somebody belonging to the white race tells. White race പെടുന്ന ആരാ പറയുന്നത്? They came into the little town. The few number of people left in the aboriginal group came into the little town. ഇനി ഈ അബോറിജിനൽ ഗ്രൂപ്പിൽ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ഉള്ള
കുറച്ചാളുകൾ, അവശേഷിക്കുന്ന കുറച്ചാളുകൾ, അതേഴ്സ് ഹാവ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. രണ്ടൊരു വംശനാശം സംഭവിച്ച രീതിയിലാണ് ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞത്. ആ കുറച്ചാളുകൾ ആ ടൗണിലേക്ക് വന്നു. അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ആ ടൗണിലേക്ക് വന്നത്. ദേ കെയിം ടു ദി ടൗൺ ആസ് എ പാർട്ട് ഓഫ് ദെയർ റിച്വൽ. അവരുടെ ഒരു റിച്വൽ, ഒരു അനുഷ്ഠാനത്തിന് വേണ്ടിയാണ് അവർ വന്നത്. A semi-naked band. The white people describe them as semi-naked. Semi-naked means half-naked band or partly dressed band. പൂർണ്ണമായിട്ടൊന്നുമില്ല, അപ്പർ ബോഡിയിലൊന്നുമില്ല, അങ്ങനെ സെമി-നേക്കഡ് ആയിട്ട്. ബാൻഡ് മീൻസ് ഗ്രൂപ്പ്. They are a semi-naked band or semi-naked crowd. Subdued and silent. They are subdued, defeated. They are defeated by the Britishers. They are silent. ഒന്നുമില്ല, അവർക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. They have nothing to hope for. പ്രത്യാശിക്കാനൊന്നുമില്ല. They are in a subdued and silent foe. All that remained of their tribe. The people who came into the town are the little number of the people that lasted in their tribe. The little number of the people lasted in their tribe. അവരുടെ ട്രൈബിൽ അവശേഷിക്കുന്ന ആ കുറച്ചാളുകളെല്ലാം ഈ നഗരത്തിലേക്ക് വന്നു. Look at them. How is their garment or apparel? They are semi-naked, subdued and silent. They are in a helpless manner. They do not know what to do. They do not know how to raise their voice. അവരുടെ ശബ്ദം ഉയർത്താൻ പോലും കഴിയത്തില്ല. They are silent. They came here to the place of their old Bora ground. ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. The people belonging to the aboriginal group came to the place of their old Bora ground. Bora ground is a place where the initiation ceremony of the aboriginal people of Eastern Australia were conducted. Eastern Australiaയിലെ ഈ ഗോത്രവർഗക്കാരുടെ ഇനിഷ്യേഷൻ സെറമണി. ഇനിഷ്യേഷൻ സെറമണി എന്ന് പറഞ്ഞാൽ ദി അഡ്മിഷൻ ഇൻ ടു അഡൽട്ട്ഹുഡ്. ദി അഡ്മിഷൻ ഇൻ ടു അഡൽട്ട്ഹുഡ്. ഒരു ആൺകുട്ടി പ്യൂബർട്ടിയായി, പ്രായപൂർത്തിയായി, അങ്ങനെ ആ അഡൽട്ട്ഹുഡിലേക്ക് സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് നടത്തുന്ന ഗ്രൗണ്ടാണ് ബോറാ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ബോറാ ഗ്രൗണ്ട്. അത് മാത്രമല്ല, അവരുടെ വേറൊരു അനുഷ്ഠാനമുണ്ട്, കൊറോബറി. കൊറോബറി മീൻസ് എ വൈൽഡ് ഡാൻസ്, എ ഡാൻസ് പെർഫോമൻസ്. അവരുടെ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു വിചിത്രമായ രീതിയിലുള്ളൊരു ഡാൻസ്. നമ്മളെ പഴയ സിനിമകളിൽ കണ്ടിട്ടില്ലേ ഗോത്രവർഗ്ഗക്കാരുടെ ഡാൻസ്? അപ്പോൾ അങ്ങനെയുള്ളൊരു വിചിത്രമായ ഒരു തരം ഡാൻസ്, ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ഡാൻസ്. ഈ ഗോത്രവർഗ്ഗക്കാരുടെ കാര്യങ്ങൾ കൂടുതലാണെങ്കിൽ ദി ഗോഡ്സ് മസ്റ്റ് ബി ക്രേസി എന്ന് പറഞ്ഞുകൊണ്ട് 1990 ഇറങ്ങിയ ഒരു ഫിലിമുണ്ട്. ഭയങ്കര തമാശയാണ്. അത് കണ്ടാൽ അവരുടെയൊക്കെ ചില ആചാരമര്യാദകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ദി ഗോഡ്സ് മസ്റ്റ് ബി ക്രേസി. അപ്പോൾ ഇവരുടെ കൊറോബറി എന്ന് പറയുന്ന ഡാൻസ്, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദിയർ റിച്വൽ. അവരുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പൂർവികരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ നടത്തുന്ന ഒരു ഡാൻസാണ് കൊറോബറി. അതൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് അത് ഈ ടൗണിലാണ്. അവിടേക്ക് വരികയാണ് പ്രതീക്ഷയോടെ ഒരു റിച്വലിൻ്റെ ഭാഗമാകാനായിട്ട്. They came here, they came to the little ground, to the place of their old Bora ground. Bora ground എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? Bora is a ground in which the initiation ceremony means the admission into adulthood of boys. ഈ ബോയ്സ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, the moment they attained puberty, they were admitted to the state of adulthood by performing a സെറിമണി ഓർ റിച്വൽ. ഒരു കർമ്മം ഉണ്ടായിരുന്നു, ഒരു അനുഷ്ഠാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവരെ അഡൽട്ട്ഹുഡിലേക്കൊക്കെ നയിക്കുന്നതിന് ശേഷമേ അവർക്ക് വിവാഹം കഴിയാനും പറ്റുകയുള്ളൂ. ആ ഒരു ചടങ്ങ് നടത്തുന്നതും അതുപോലെ തന്നെ കൊറോബറി എന്ന് പറയുന്ന ഡാൻസ് നടത്തുന്നതുമായിട്ടുള്ള ഗ്രൗണ്ടാണ്. അവിടത്തേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ആ ഗ്രൗണ്ട് കണ്ടപ്പോൾ ദേ ഗോട്ട് ദി ഷോക്ക് ഓഫ് ദെയർ ലൈഫ്. ഞെട്ടിത്തരിച്ചു പോയി. അവിടെയൊക്കെ ആ സിറ്റിയിലൊക്കെ ഇപ്പോൾ ആരാ ഉള്ളതെന്നറിയാം? അവരുടെ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരാൾ പോലും ഇല്ല. നോബഡി ബിലോങ്ങിങ് ടു ദെയർ അബോറിജിനൽ ഗ്രൂപ്പ് റിമെയിൻഡ് ദെയർ. അവരുടെ അബോറിജിനൽ ഗ്രൂപ്പിൽ ഒരൊറ്റ ആൾ പോലും ആ സിറ്റിയിലില്ല. വേർ നൗ ദി വൈറ്റ് മെൻ ഹറി അബൌട്ട് ലൈക്ക് ആനസ്. ദി സിറ്റി വാസ് ഇൻ എ ഹസിൽ ആൻഡ് ബസിൽ വിത്ത് ദി വൈറ്റ് പീപ്പിൾ, വൈറ്റ് മെൻ, കോളനൈസേഴ്സായ ബ്രിട്ടീഷുകാർ.
അവർ ഇങ്ങനെ എന്താ പരക്കം പായുകയാണ് നഗരത്തിൽ. ദി സിറ്റി വാസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി വൈറ്റ് പീപ്പിൾ. അവരുടെ രാജ്യമായി മാറി, അവരുടെ പട്ടണമായി മാറി. വേർ നൗ ദി വൈറ്റ് മെൻ ഹറി അബൌട്ട് ലൈക്ക് ആൻസ്. കൊമ്പുകളെ പോലും ഇങ്ങനെ പരക്കം പായുകയാണ്. ധാരാളം ജനസംഖ്യയുണ്ട് ബ്രിട്ടീഷുകാർ. അവർ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് കാണുന്നത്? ഈ സിമിലിയാണ്. വി ക്യാൻ സി simile used here. White men are compared here to the ants. White men ants ഉറുമ്പുകളോട് താരതമ്യം ചെയ്യുന്നു. White men are compared to the ants. Then the Aboriginal people see a notice of the estate agent. Notice of the estate agent. Estate agent means land agent. അല്ലെങ്കിൽ നമ്മളിപ്പം പറയുന്നത് എന്താ? റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്. റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ വസ്തുവൊക്കെ വാങ്ങി കച്ചവടം നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ട് ആ ഗ്രൗണ്ടിൽ. ഇപ്പോഴ് അത് എഴുതിയിരിക്കുന്ന ഇതാണ്: റബ്ബിഷ് മേ ബി ടിപ്ഡ് ഹിയർ. റബ്ബിഷ്, ഗാബേജ്, മാലിന്യങ്ങൾ, ഓർ ഡൊമസ്റ്റിക് ഡിസ്യൂസ്. ഡൊമസ്റ്റിക് ഡിസ്യൂസ് മേ ബി, ഗാബേജ് മേ ബി, ഓർ വി ക്യാൻ സേ ട്രാഷ് മേ ബി ടിപ്ഡ് ഹിയർ, ത്രോൺ ഹിയർ. ഇവിടെ മാലിന്യം ഇടാവുന്നതാണ്, ഇവിടെ മാലിന്യം നിക്ഷേപിക്കാവുന്നതാണ് എന്നൊരു ബോർഡ് അവിടെ വച്ചിരിക്കുന്നു. നൗ ഇറ്റ് ഹാഫ് കവേഴ്സ് ദി ബോറാറിങ്. ദി റബ്ബിഷ് ഓർ ദി ട്രാഷ് ഓർ ദി ഡൊമസ്റ്റിക് ഡിസ്യൂസ്. ഡൊമസ്റ്റിക് ഡിസ്യൂസ് കവേഴ്സ് അപ്പ് half of the boraring. Boraring is the raised platform where the corroboree and the initiation ceremony were performed earlier by the people belonging to the earlier inhabitants of Australia. Earlier inhabitants പ്രാക്ടീസ് ചെയ്തിരുന്ന കൊറോബറിയും അതുപോലെ നേരത്തെ പറഞ്ഞ അഡൽട്ട്ഹുഡിലേക്ക് പ്രവേശിക്കുന്ന ഇനിഷ്യേഷൻ സെറമണി ഉണ്ടല്ലോ, അത് നടത്തിയിരുന്ന ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമാണ് ഇത് ബോറ ഗ്രൗണ്ട്. ബോറ ഗ്രൗണ്ടിൻ്റെ പകുതി വരെ മാലിന്യങ്ങളായി, ആ മൈതാനത്തിൻ്റെ പകുതി വരെ മാലിന്യമാണ്, അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല. ദിസ് ഈസ് ഹൗ ദി കൾച്ചർ ഈസ് ബീയിങ് ഡിസ്ട്രോയിഡ് ബൈ ദി This is how the ancient ritual is being destroyed by the white people, the colonizers. So they practiced disinheritance. ഇവർക്ക് ആ കൾച്ചറൊന്നും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ they destroyed the very ethnic culture of the Aboriginal people. ഈ ഗോത്രവർഗക്കാരുടെ, ആദിവാസികളുടെ, അവരുടെ ആ പഴയ നല്ല സംസ്കാരം, തനതായ സംസ്കാരത്തേക്ക് നശിപ്പിച്ചു കഴിഞ്ഞു ഈ കോളനൈസേഴ്സ്. അതാണ് ഇവിടെ, ദാറ്റ് ഈസ് ദി സിംബോളിക് റെപ്രസെൻറ്റേഷൻ ദി പോയറ്റ് മെയ്സിയർ. അത് സൂചിപ്പിക്കാനാണ്, സിംബോളിക്കായിട്ട് സൂചിപ്പിക്കാനാണ് ആ ഗ്രൗണ്ട് പകുതി ചപ്പരി അവരിട്ട് മൂടി എന്ന് പറയുന്നത്. ഇത്രയും ഫസ്റ്റ് സെക്ഷൻ. ആൻഡ് ദിസ് ഈസ് സീൻ ബൈ ദി പെർസ്പെക്റ്റീവ് ഓഫ് ദി വൈറ്റ് പീപ്പിൾ. അതുകൊണ്ടാണ് ദേ എന്ന് പറയുന്ന ആ തേർഡ് പേഴ്സൺ ഉപയോഗിച്ചിരിക്കുന്നത്. ദി നെക്സ്റ്റ് സെക്ഷൻ ഈസ് നറേറ്റഡ് ബൈ യൂസിങ് വി, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വി, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതാരാ പറയുന്നത്? അടുത്ത സെക്ഷൻ ശക്തമായി പറയുന്ന അബോറിജിനൽ പീപ്പിൾ തന്നെയാണ് പറയുന്നത്. വി ആർ നൗ സ്ട്രേഞ്ചേഴ്സ് ഹിയർ, വി ആർ മെയ്ഡ് ഏലിയൻസ് ഇൻ അവർ ഓൺ ലാൻഡ്, വി ആർ ട്രീറ്റഡ് ആസ് സ്ട്രേഞ്ചേഴ്സ് ഇൻ അവർ ഓൺ ലാൻഡ്. ഞങ്ങളുടെ ഭൂമിയാണത്, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പൂർവികരുണ്ടാക്കിയ ഭൂമിയാണ്. അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉൽപ്പത്തിയുടെ വിശ്വാസം, അവരുടെ പൂർവികർ തന്നെ ഈ ഭൂമിയൊക്കെ അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നൊരു വിശ്വാസമുള്ള ഒരു എത്നിക് ഗ്രൂപ്പ് കൂടിയാണ് ഈ അബോറിജിനൽ പീപ്പിൾ ബിലോങ്ങിങ് ടു ഓസ്ട്രേലിയ. ആ ഞങ്ങളുടെ ഭൂമിയിൽ വി ആർ നൗ സ്ട്രേഞ്ചേഴ്സ്, ഞങ്ങളിപ്പോൾ സ്ട്രേഞ്ചേഴ്സാണ്. ബട്ട് ആക്ച്വലി ദി വൈറ്റ് ട്രൈബ് ആർ ദി സ്ട്രേഞ്ചേഴ്സ്. ബട്ട് വി ക്യാൻ എംഫറ്റിക്കലി സേ ദാറ്റ് ഇറ്റ് ഈസ് ദി വൈറ്റ് ട്രൈബ് ഹു ആർ ദി സ്ട്രേഞ്ചേഴ്സ് ഇൻ ദി ലാൻഡ്. 18-ാം നൂറ്റാണ്ട് 1788 ഈ ലാൻഡിൽ വന്നിറങ്ങിയ ഒരു കൂട്ടം കപ്പലുകളുമായിട്ട് വന്ന ആ വൈറ്റ് സെറ്റിലേഴ്സാണ്. ദേ ആർ ദി റിയൽ സ്ട്രേഞ്ചേഴ്സ് ഹിയർ. പക്ഷേ ഞങ്ങളെ വി ആർ ബ്രാൻഡഡ് ആ സ്ട്രേഞ്ചേഴ്സ് ഹിയർ. ഞങ്ങളെയാണ് സ്ട്രേഞ്ചേഴ്സായിട്ട്, ഭീകര ജീവികളായിട്ട് ഞങ്ങളാണ് കരുതപ്പെടുന്നത്. പക്ഷെ അവരാണ് വൈറ്റ് പീപ്പിൾ, ദി കോളനൈസേഴ്സ് ആർ ദി റിയൽ സ്ട്രേഞ്ചേഴ്സ്. വി ബിലോങ് ഹിയർ, വി ബിലോങ് ടു ഹിയർ, we are the real settlers of this land. This is our land. We really belong to here. We are of the old ways. We are of the old ways means we embody the old ways. We are the products of the old ways. Old ways of the Aboriginal people. ഞങ്ങൾ ആ പഴയ സംസ്കാരത്തിൻ്റെ വാഹകരാണ്, അതിൻ്റെ പ്രോഡക്ട്സാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പഴയ വേസിനെ, പഴയ പ്രാക്ടീസസിനെ, പഴയ കസ്റ്റംസിനെ ഞങ്ങൾ എംബോഡി ചെയ്യുന്നു.
We embody the old ways or the customs of the aboriginal people. We are the corroboree. Yes, we are the products of corroboree, or we embody the corroboree, the ethnic dance of the aboriginal people. Aboriginal ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ബോറ ഗ്രൗണ്ടിൽ റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ നടത്തിയിരുന്ന കൊറോബറി എന്ന് പറയുന്ന റിച്വൽ, അതിൻ്റെ വാഹകരാണ് ഞങ്ങൾ. ഓർ വി ആർ ദി പ്രോഡക്ട്സ് ഓഫ് ദി കൊറോബറി, ഓർ വി എംബോഡി ദി കൊറോബറി. ഞങ്ങളത് ഈ കൊറോബറിയെ പ്രതിദാനം ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളാണ്, വൈറ്റ് സെറ്റിലേഴ്സ് അല്ല. It is we who embody the corroboree, the dance of the aboriginal people. And the Bora ground, we embody the Bora ground, or the Bora ground really belongs to us. അത് ആർക്കും ഇങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല, ഈ മാലിന്യങ്ങൾ കൊണ്ട് മൂടാനുള്ളതല്ല. ആക്ച്വലി ഈ ബോറ ഗ്രൗണ്ട് ബിലോങ്സ് ടു us. We are the Bora ground, means we embody the Bora ground. We are the old ceremonies. We embody the old ceremonies of our aboriginal group. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ആ സെറിമണീസ്, ആചാരങ്ങളുടെ വാഹകരാണ് ഞങ്ങൾ. We embody the ceremonies of our aboriginal group, the laws of our elders. Yes, we practice the laws of the elders, or we embody or we represent the laws of our elders. ഞങ്ങളുടെ പൂർവികർ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജീവിക്കാനായിട്ട്. ആ നിയമങ്ങൾ വി സ്ട്രിക്ട്ലി അഡ്ഹിയർ ടു ഓർ ഫോളോ ദി ലാസ് ഇനൻസിയേറ്റഡ് ബൈ അവർ ആൻസസ്റ്റേഴ്സ്. ഞങ്ങളുടെ പൂർവികർ ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആ ലോസ്, അത് എംബോഡി ചെയ്യുന്നത് ഞങ്ങളാണ്. വി പ്രാക്ടീസ് ദ ലോസ് ഓഫ് ദിസ് ലാൻഡ്. ഈ ലാൻഡിൻ്റെ ലോസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടേതാണ് ഈ ലാൻഡ്. ആൻഡ് വി ആർ ഡിസ്പൊസസ്ഡ് ഓഫ് അവർ ലാൻഡ്. ഞങ്ങൾക്ക് ഈ ഭൂമിയില്ല, ഞങ്ങളിൽ നിന്ന് അപഹരിഞ്ഞെടുത്തിരിക്കുന്നു. വി ആർ ദി വണ്ടർ ടേൽസ് ഓഫ് ദി ഡ്രീം ടൈം. വി ആർ ദി വണ്ടർ ടേൽസ്, വണ്ടർഫുൾ സ്റ്റോറീസ് ഓഫ് ദി ഡ്രീം ടൈം. ഈ ഡ്രീം ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ടൈം ഓഫ് ക്രിയേഷൻ. യു നോ, അക്കോർഡിംഗ് ടു ദി അബോറിജിനൽ മിത്തോളജി, ദേ ബിലീവ്ഡ് ദാറ്റ് their ancestors created everything. അല്ല, ബൈബിളിൽ പറയുന്ന പോലെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന വിശ്വാസക്കാരല്ലേ, അവരുടെ ആൻസസ്റ്റേഴ്സാണ് ഇവർക്കുള്ള ഭൂമിയും എല്ലാം സൃഷ്ടിച്ചതെന്നൊരു വിശ്വാസമാണ് ഇവർക്കുള്ളത്. ആൻഡ് they had from their childhood they had a lot of wonderful stories about the creation. അവരുടെ ആൻസസ്റ്റേഴ്സ് ക്രിയേഷൻ ടൈം അതാണ് ഡ്രീം ടൈം, ക്രിയേഷൻ ടൈം ഓഫ് ക്രിയേഷൻ ഓർ ടൈം ഓഫ് ജെനീസസ്, ടൈം ഓഫ് ക്രിയേഷൻ. ആ സമയത്തുള്ള വണ്ടർ ടൈൽസ്, ദി റെയിൻബോ സെർപ്പൻ്റ് പോലുള്ള കഥകൾ അവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കഥകളാണ്. അത് കേട്ട് വളർന്നവരാണ്. ദേ എംബോഡി ദി വണ്ടർഫുൾ ടൈൽസ് ഓഫ് ദി ടൈം ഓഫ് ക്രിയേഷൻ. ടൈം ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഉൽപ്പത്തിയല്ല, ഇവരുടെ വിശ്വാസം. അക്കോർഡിംഗ് ടു ദി അബോറിജിനൽ മിത്തോളജി, യു നോ, ഇറ്റ് ഈസ് ദി ആൻസസ്റ്റേഴ്സ് ഹു ക്രിയേറ്റഡ് ദി പ്ലേസ് ഫോർ ദെയർ ലിവിങ്. അവർക്ക് ജീവിക്കാനുള്ള സ്ഥലമൊക്കെ സൃഷ്ടിച്ചത് അവരുടെ ആൻസസ്റ്റേഴ്സ് ആണെന്നാണ് വിശ്വാസം. അതിനെക്കുറിച്ചുള്ള വണ്ടർഫുൾ ടൈൽസ് ആൻഡ് ദി ട്രൈബൽ ലെജൻസ് ടോൾഡ്. ദേ വെയർ ടോൾഡ് ഓഫ് ദി ട്രൈബൽ ലെജൻസ്. ദേ ഈവൻ എംബോഡി ദി വണ്ടർഫുൾ ടൈൽസ് ഓഫ് ദി ക്രിയേഷൻ ടൈം ആൻഡ് ട്രൈബൽ ലെജൻസ് എക്സിസ്റ്റഡ് ഇൻ ദെയർ ട്രൈബ്സ്. അവർക്ക് വി ആർ ദി പാസ്റ്റ്, വി എംബോഡി ദി പാസ്റ്റ്. ഞങ്ങൾക്ക് ഈ പുതുമയൊന്നും വേണ്ട. വി ഡു നോട്ട് വാണ്ട് നോവൽറ്റി ആൻഡ് എ മോഡേൺ ലൈഫ്. വി ലിവ് ഇൻ ദി പാസ്റ്റ്. ദി ഹൺസ് ആൻഡ് ദി ലാഫിംഗ് ഗെയിംസ്. ദി ഹൺസ് മീൻസ് hunting of wild animals. So our favorite pastimes were hunting and other games, laughing games. Laughing games means pastime games, or the games which gave them pleasure. The games they participated for enjoyment or entertainment. അവർ പണ്ട് സന്തോഷത്തിന് വേണ്ടി, വിനോദത്തിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഗെയിംസാണ് ലോഫിംഗ് ഗെയിംസ് എന്ന് പറയുന്നത്. അതുപോലെ ഹണ്ടിങ്, അവരുടെ മറ്റൊരു വിനോദമായിരുന്നു ഹണ്ടിങ്. ആ ഒരു ഭൂതകാലം മഹത്തായതേ എംബോഡി ദി ഗ്ലോറിയസ് പാസ്റ്റ്. അവരുടെ മഹത്തായ ഭൂതകാലത്തെ അവർ പ്രതിനിധാനം ചെയ്യുന്നു. ആൻഡ് ദി വാണ്ടറിങ് ക്യാമ്പ് ഫയേഴ്സ്. You know, as their land was deprived from them by the British colonizers, they had to wander everywhere. Wherever they went, they created campfire. Campfire എന്ന് പറയുന്നത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല,
വന്യമൃഗങ്ങളെയൊക്കെ വേട്ടയാടി പാകം ചെയ്യാനും ക്യാമ്പ് ഫയർ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ക്യാമ്പ് ഫയർ പല സ്ഥലങ്ങളിൽ കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. ലൈക്ക് ജിപ്സീസ്, like wandering people, like nomadic people, they had to wander everywhere and they created various campfires, and even now they do not have a permanent settlement. ഇപ്പോഴും അവർക്കൊരു പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ഇല്ല. they are almost the number of people left in their tribe are the wandering nomads. അവരിപ്പോഴും they are the wandering nomadic people or nomads. അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന nomads ആണ് അവർ. They embody the wandering campfires. ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവർ ചിലപ്പോൾ ശാന്തരായിട്ടാണെന്നുണ്ടെങ്കിലും they had the power to resist everything. എന്തിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കരുത്തുള്ളവരവർ. പിന്നെ അതിന് കഴിഞ്ഞില്ല. വൈറ്റ് സെറ്റിലേഴ്സിൻ്റെ മുമ്പിൽ അവർ പരാജയപ്പെട്ടു. they were subdued by the white people. that is a history. They are the lightning bolt, Gaffambahil, quick and terrible. വി ആർ, ഞങ്ങളാണ്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം മെറ്റഫേഴ്സാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന അവരെ അങ്ങ് ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. ലൈക്കെന്നോ ആസെന്നോ ഉള്ള പ്രയോഗമില്ല. അത് തന്നെ ഇവിടെ പറയുന്ന നോക്കിയാൽ വി ആർ ദി ലൈറ്റ്നിങ് ബോൾട്ട്. ലൈറ്റ്നിങ്, വി ആർ ജസ്റ്റ് ലൈക്ക് ലൈറ്റ്നിങ് ഓവർ ദി ഗാഫംബ ഹിൽ. ആ ഗാഫംബ ഹില്ലിൽ വീശുന്ന ലൈറ്റ്നിങ് പോലെ ക്യുക്ക് ആൻഡ് ടെറിബിളാണ്. വി ആർ ക്യുക്ക് ആൻഡ് ടെറിബിൾ ലൈക്ക് ദി ലൈറ്റ്നിങ് ബോൾട്ട് which can be seen over the Gaffamba Hill. ആ ഗാഫംബ ഹില്ലിൻ്റെ മുകളിൽ കാണുന്ന ലൈറ്റ്നിങ് ബോൾട്ട് പോലെയാണ് ഞങ്ങൾ. ആൻഡ് ദി തണ്ടർ ആഫ്റ്റർ ഹിം. ആൻഡ് ഓൾസോ വി ആർ ലൈക്ക് ദി തണ്ടർ വിച്ച് ഹിയർ ആഫ്റ്റർ ദം. ആക്ച്വലി ദി തണ്ടർ ഹാപ്പൻസ് ഫസ്റ്റ്, ആ ലൈറ്റ്നിങ് ലേറ്റർ ഹാപ്പൻസ്. നമുക്കറിയാം ഫിസിക്സിൽ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടാകുന്നത് തണ്ടറാണ്, പിന്നീടാണ് എന്താ ലൈറ്റ്നിങ് ഉണ്ടാകുന്നത്. Then why is seen lightning long before the sound of thunder is said? Because the answer is simple. The light travels faster than sound. പ്രകാശമാണ് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. That is why we see lightning long before the sound of thunder is said. So we are like lightning and thunderbolt. ഇവിടെ കവി പറയുന്നത് ലൈറ്റ്നിങ്, നമ്മൾ ലൈറ്റ്നിങ് അതിനെ തുടർന്ന് വരുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പിന്നീടാണല്ലോ ഇടിശബ്ദം കേൾക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, ആദ്യം ഉണ്ടാകുന്നത് ഈ നെഗറ്റീവ് പോസിറ്റീവ് ചാർജുള്ള മേഘങ്ങൾ കൂട്ടിമുട്ടുന്നു, അപ്പോഴാണ് ലൈറ്റ്നിങ് ഉണ്ടാകുന്നത്. പക്ഷെ the poet says that we were like the lightning bolt over the Gaffamba Hill, quick and terrible, and the thunder after him, that loud fellow. The loud fellow, the loud sound, thunderbolt. ആ thunderbolt പോലെയാണ് ഞങ്ങൾ. And sometimes we are the quiet daybreak, and we also resemble the quiet, calm and quiet daybreak dawn that paling the dark lagoon. Paling means lighting the dark lagoon. Lagoon means a body of water separated from larger bodies of water by natural barriers. കടലിൻ്റെ ചില ഇടുക്കുകളുണ്ടല്ലോ, പാറക്കെട്ടുകളുണ്ട് വേർതിരിച്ച്, അല്ലെങ്കിൽ പാറക്കെട്ടുകളാൽ വേർതിരിഞ്ഞൊരു തടാകം പോലെ കാണപ്പെടുന്നതാണ് ലഗൂൺ. ആ ഡാർക്ക് ലഗൂണിൽ, ആ തടാകം പോലുള്ള പ്രദേശത്ത് വെളിച്ചം വീശുന്ന പോലെ വി ആർ വെരി ക്വയറ്റ്. വി ആർ സംടൈംസ് വെരി ക്വയറ്റ് ലൈക്ക് ദി ഡേ ബ്രേക്ക് ഓർ ഡോൺ. ഈ സൂര്യോദയം പോലെ കറുത്തിരുണ്ട ആ ഒരു സമുദ്രത്തിൻ്റെ ഭാഗത്തെ ദീപ്തമാക്കുന്ന ഡേ ബ്രേക്ക് പോലെയാണ് ഞങ്ങൾ. And we are the shadow ghosts creeping back on the campfires burned low. And you know the aboriginal people believed in ghosts and spirits. ഗോസ്റ്റുകളിലും സ്പിരിറ്റുകളിലും ഒക്കെ വിശ്വസിച്ചിരുന്നു. അവരുടെ ആൻസസ്റ്റേഴ്സ് സ്പിരിറ്റ്സ് ആയിട്ട് വരുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ആ സ്പിരിറ്റ്സിനെ കാണാനുള്ള ചില ചടങ്ങുകളൊക്കെ ഈ ബോറോ ഗ്രൗണ്ടിലൊക്കെ അവർ നടത്തിയിരുന്നു. അങ്ങനെയുള്ള ആളുകളായിരുന്നു അവർ. സോ ദി പോയറ്റ് ടെൽസ് us that we are the shadow ghosts creeping back as the campfires burn low. Just before the campfire being extinguished, we see darker shadows. The darker shadows of us resemble ghosts. ഈ ക്യാമ്പ് ഫയർ ഇങ്ങനെ എരിഞ്ഞടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അങ്ങില്ലാതാകാനും തൊട്ട് മുമ്പെന്ന് പറയുന്ന ആ വെളിച്ചത്തിൽ ഞങ്ങളുടെ രൂപങ്ങളിൽ വലിയ കറുത്ത ഷാഡോസായിട്ടാണ് കാണുന്നത്. ആ ഷാഡോസ് എന്ന് പറഞ്ഞാൽ പ്രേതങ്ങളെ പോലെയാണ്. ഞങ്ങളുടെ കഥകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രേതങ്ങളെ പോലെയാണെന്ന്.
We are the shadow goes creeping back as the campfires burn low. When the campfires burn low, when the campfire is at the point of being extinguished, when the campfire is at the point of being extinguished, അണയാൻ പോകുന്ന സമയത്ത്, when we withdraw, we look like ghosts because of the darker shadows produced by the dim light. ആ ഡിം ലൈറ്റിൽ വല്ല കറുകറാന്നുള്ള ഷാഡോസ് ഉണ്ടാകുന്നു. അങ്ങനെ പ്രേതങ്ങളെ പോലെ ഞങ്ങളിങ്ങനെ നീങ്ങും. ഏതാണ്ട് ഇപ്പം പ്രേതങ്ങളെ പോലെയാണ് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ബിക്കോസ് വി ഹാവ് നോ പ്ലേസ് ഓഫ് അവർ ഓൺ. ഞങ്ങളുടേതായ സ്ഥലമില്ലല്ലോ. എവറിത്തിങ് ഈസ് ടേക്കൺ ബൈ ദി കോളനൈസേഴ്സ്. അവരെ എടുത്തല്ലോ, ഞങ്ങൾക്കിനി സ്ഥലമില്ലല്ലോ. അവിടെ ഞങ്ങളിങ്ങനെ പ്രേതങ്ങളെ പോലെ അലയുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വി ആർ നേച്ചർ, വി എംബോഡി ദി നേച്ചർ. ഈ പ്രകൃതിയാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. ദിസ് ബ്യൂട്ടിഫുൾ നേച്ചർ ഈസ് എംബോഡീഡ് ബൈ us. ആൻഡ് ദി പാസ്റ്റ്, വി ഓൾസോ റെപ്രസെൻറ്റ് ദി പാസ്റ്റ്. All the old ways are gone and scattered. All the old customs, practices, rituals, ceremonies are gone. ഞങ്ങളുടെ പഴയ സമ്പ്രദായങ്ങളും ആചാരമര്യാദകളും അനുഷ്ഠാനങ്ങളും എല്ലാം പോയി, എല്ലാം നശിച്ചു. Everything is gone and scattered. The scrubs are gone, the rituals are gone. The hunting, the laughter. Laughter means laughing games. Hunting, our favorite pastime, hunting. That is lost. ഇപ്പം നായാട്ടില്ല, മറ്റ് പാസ്റ്റൈംസ് ഒന്നുമില്ല, മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നുമില്ല. The eagle is gone from our country. The eagle is gone. The settlers have driven away the eagles. പണ്ടൊരു കാലത്ത് ഇവിടെ ധാരാളം ഈഗിൾസ് ഉണ്ടായിരുന്നു. ഈഗിൾസ് ഇല്ല. അത് എമു എവിടെ പോയി? എമു എന്ന് പറയുന്ന പക്ഷി എവിടെ പോയി? The bird has also been extinct. The bird has also become extinct. And the kangaroos are gone from this place. Australia is famous for kangaroos. Kangaroo is their national animal. അവരുടെ നാഷണൽ എംബ്ലത്തിലുള്ള ചിഹ്നമാണ് ഇത്. ദേശീയ ചിഹ്നത്തിലുള്ള ജന്തുവാണ് കാങ്കരു. Kangaroos have disappeared. Face larger and speedy destruction. വളരെ വേഗത്തിലുള്ള ഡിസ്ട്രക്ഷനാണ് അവയ്ക്ക് സംഭവിക്കുന്നത്. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാങ്കരൂസ്. സഞ്ചിയുള്ള മൃഗം, സഞ്ചി മൃഗം അതുമില്ല, എല്ലാം പോയി. ദ ബോറാറിങ് ഈസ് ഗോൺ. പോയില്ലേ ഞങ്ങളുടെ അനുഷ്ഠാനമില്ല. ഞങ്ങളുടെ ഇനിഷ്യേഷൻ സെറമണി നടത്താൻ, അല്ല ഞങ്ങളുടെ കൊറോബറി എന്ന് പറയുന്ന ഡാൻസ് നടത്താൻ, വേർ ഈസ് ബോറാറിങ്? ഇറ്റ് ഈസ് ടിപ്ഡ് വിത്ത് ഗാർബേജ് ഓർ റബ്ബിഷ്. ചവറുകൾ കൊണ്ട് മൂടിയിരിക്കുകയല്ലേ. ബോറാറിങ് ഈസ് ഗോൺ. ദി കൊറോബറി ഈസ് ഗോൺ. ഞങ്ങളുടെ വംശത്തിന് ഒരിക്കലും ഒരു നന്മയുണ്ടാകത്തില്ല. ബിക്കോസ് ദി കൊറോബറി വിച്ച് വാസ് ഡാൻസ് വിച്ച് വാസ് എ പാർട്ട് ഓഫ് അവർ റിച്വൽ, ഇറ്റ് ഈസ് ഗോൺ. അത് പോയി. ആൻഡ് വി ആർ ഗോയിങ്. ഞങ്ങൾ പോകുന്നു. വി ആർ ഗോയിങ് മീൻസ് വി ആർ ഗോയിങ് ടു ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. വംശനാശം നേരിടുകയാണ്. ഞങ്ങളും ഇല്ലാതാകുകയാണ് ഇവിടെ. വി ആർ ഓൾസോ ഗോയിങ്. ഞങ്ങൾ പോകുന്നു. ഞങ്ങൾക്കിവിടെ സ്ഥലമില്ല. വി ആർ ഓൾസോ ഗോയിങ് ഔട്ട് ടുഗദർ. ആൻഡ് അവർ ലാൻഡ് ഹാസ് ബിക്കം ടോട്ടലി അണ്ടർ ദി കൺട്രോൾ ഓഫ് അവർ കോളനൈസേഴ്സ്. ഇപ്പോൾ കോളനൈസേഴ്സിൻ്റെ കയ്യിലാണ് ഞങ്ങളുടെ ലാൻഡ് മുഴുവനും. ഇത് ഞങ്ങളുടേതായിരുന്നു. ഞങ്ങളുടെ ജന്മനാടിന് ഞങ്ങൾക്ക് അവകാശമില്ലാതായി മാറിയിരിക്കുന്നു. അത്ര ശക്തമായ ഒരു പ്രമേയം ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ്. ഓരോ പ്രാവശ്യം വായിക്കും തോറും ഇറ്റ് ഈസ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം. ബൈ ഈച്ച് റീഡിങ് ന്യൂവർ ആൻഡ് ന്യൂവർ ഐഡിയാസ് ആർ coming to our mind.